അബ്കാരി കേസിൽ പലപ്പോഴും സംഭവിക്കുന്നത് ചെറിയ ക്വാണ്ടിറ്റി, അതായത് ചെറിയ തോതിലുള്ള കേസുകളാണെങ്കിൽ മിക്കവാറും തൊണ്ടി മുതലും കിട്ടും, പ്രതികളെയും കിട്ടും. പക്ഷേ വലിയ ക്വാണ്ടിറ്റി അബ്കാരി കേസ് ഡിറ്റക്റ്റ് ചെയ്താൽ പലപ്പോഴും അത് ശിക്ഷയിലെത്തിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്നിരിക്കത്തില്ല. അത് അവരുടെ സ്വാധീനം കൊണ്ടൊന്നുമല്ല, തെളിവുകൾ അത്രത്തോളം ചിലപ്പോൾ നമുക്ക് കിട്ടത്തുള്ളൂ. അത്ര ഒരു സംഭവം 2002 ഞാൻ ആലപ്പുഴ സൗത്ത് സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോൾ എനിക്കുണ്ടായി. ഞാൻ സ്റ്റേഷനിലിരിക്കുമ്പോഴാണ് എനിക്കൊരു ഫോൺ വന്നത്. സ്റ്റേഷനിലിരിക്കുക എന്ന് പറയുമ്പോൾ സൗത്ത് സർക്കിൾ ഇൻസ്പെക്ടർ തന്നെയാണ് അവിടുത്തെ SHO അന്ന്. ഇപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ SHO സർക്കിൾ ഇൻസ്പെക്ടർ ആക്കിയത്. പക്ഷേ അന്നും ആലപ്പുഴ സൗത്ത് SHO എന്ന് പറയുന്നത് സർക്കിൾ ഇൻസ്പെക്ടറാണ്. ഞാൻ സ്റ്റേഷനിലിരിക്കുമ്പോഴാണ് ഒരു ഫോൺ കോൾ വന്നത്. ആലപ്പുഴ SD കോളേജിൻ്റെ മുമ്പിൽ ഒരു വലിയ ലോറി കിടപ്പുണ്ട്. ആ ലോറി ടാർപ്പാളിനൊക്കെ ഇട്ട് മൂടി കെട്ടിയിട്ടുണ്ട്. പക്ഷെ അത് സ്പിരിറ്റ് ആണെന്ന് തോന്നുന്നു, സ്പിരിറ്റിൻ്റെ മണം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതായാലും ഇൻഫർമേഷൻ കിട്ടിയതാളില്ല. ഞാൻ 3-4 പോലീസുകാരുമായിട്ട് ഉടൻ തന്നെ സ്ഥലത്ത് നിന്ന് നോക്കിയപ്പോൾ ഇന്നത്തെ ബൈപ്പാസ് അന്ന് പണി കഴിഞ്ഞിട്ടില്ല. ആ സ്ഥലം അക്വയർ ചെയ്ത് ടാറിട്ട റോഡാണ്. ടാറിട്ടെങ്കിലും അതിൻ്റെ ഈ ബീച്ചിനടുത്തുള്ള ആ മേപ്പാലം ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് അതുവഴി ട്രാഫിക് പറ്റത്തില്ല, വണ്ടി കടന്നു പോവില്ല. പക്ഷേ SD കോളേജിന് മുമ്പിലെ ബൈപ്പാസ് റോഡ് അതുപോലെ തന്നെയുണ്ട്. അവിടെ വാഹനം പാർക്ക് ചെയ്യുക, ഇഷ്ടംപോലെ വാഹനം പാർക്ക് ചെയ്യാം, വേറെ വണ്ടിയൊന്നും പോകാത്തതുകൊണ്ട്. ഈ ബൈപ്പാസ് റോഡ് ഇന്ന് ലൈവായിട്ടുള്ള ബൈപ്പാസ്, അന്ന് ലൈവ് അല്ല എന്നുള്ളതേ ഉള്ളൂ. ആ ബൈപ്പാസിൽ ഒരു വലിയ ലോറി കിടപ്പുണ്ട്. ആ ലോറി ടാർപ്പാളിനും വടമൊക്കെ ഇട്ട് മൂടി കെട്ടിയിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ എന്തോ സാധനമുണ്ട്. അപ്പോൾ അതിൻ്റെ റൈറ്റ് കോർണറിൽ നോക്കുമ്പോൾ സ്പിരിറ്റിൻ്റെ മണമുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, അതിനകത്ത് സ്പിരിറ്റ് ഉണ്ട്. കാര്യം സ്പിരിറ്റ് ലീക്കായിട്ടാണ് ഇത് മണക്കുന്നത്. സ്പിരിറ്റ് കന്നാസുകളിലാണ് അതിനകത്തുള്ളത്. പക്ഷേ ഏതോ ഒരു കന്നാസ് പൊട്ടിയിട്ട് സ്പിരിറ്റ് ലീക്കാകുന്നുണ്ട്, സ്പിരിറ്റ് മണക്കുന്നുണ്ട്. അപ്പോൾ സ്പിരിറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പിന്നെ ഇത് ആര് കൊണ്ടുവന്നു എന്നറിയണമല്ലോ. ഒരു കാര്യം ഉറപ്പാണ്, ഏതായാലും ലോറി അവിടെ നിൽപ്പുണ്ട്, ലോറിയുടെ ഡ്രൈവർ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവണം. പക്ഷേ പോലീസ് വണ്ടിയെ വന്നിട്ട് ലോറി നോക്കുന്നതിന് സ്പിരിറ്റ് ലോറിയായിട്ട് വന്ന ഡ്രൈവർ അവിടെ നിന്ന് തരില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്പിരിറ്റ് ആണെങ്കിൽ അത് ഡ്രൈവറെയും കൂടെ കിട്ടാതെ സ്പിരിറ്റ് മാത്രമായിട്ട് പിടിക്കേണ്ട, ഡ്രൈവർ എപ്പോഴെങ്കിലും ലോറി എടുക്കാൻ വരുമല്ലോ. അപ്പോൾ അതുകൂടെ നോക്കാമെന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പോലീസുകാരെ, മഫ്റ്റിയിലുണ്ടായിരുന്ന 2 പോലീസുകാരെ ഇത്തിരി ഇങ്ങോട്ട് മാറി ഇറക്കി നിർത്തി. അവരോട് പറഞ്ഞ് ആ കടത്തിണ്ണയിൽ എവിടെയെങ്കിലും ഇരുന്നോണം, സ്പിരിറ്റ് ലോറി കാണത്തക്ക രീതിയിൽ ഇരിക്കുക. ലോറി എടുക്കാൻ ആൾ വന്ന ഉടൻ തന്നെ അയാളെ പിടിക്കുക. അപ്പം തന്നെ എനിക്ക് ഇൻഫർമേഷൻ വന്ന ഉടൻ തന്നെ ഞാൻ വന്നോളാം. അങ്ങനെ 2 പോലീസുകാരെ കടത്തിണ്ണയിലിരുത്തി ലോറിയൊക്കെ ഇട്ട് ഇതൊന്നും സ്പിരിറ്റൊന്നും അല്ല എന്നുള്ള മനോഭാവത്തിൽ, എന്ന് വെച്ചാൽ നോക്കിക്കൊണ്ട് ഇതിൻ്റെ ഡ്രൈവർ എവിടെയെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവന് തോന്നണം സ്പിരിറ്റ് അല്ലാന്നൊരു പോലീസ് കളഞ്ഞിട്ട് പോയതാണ് എന്ന് തോന്നത്തക്ക രീതിയിൽ ഞാൻ ഇങ്ങോട്ട് മാറി കുറച്ച് ദൂരെ മാറിയിട്ട് 2 പോലീസുകാരെ ഇറക്കി അവരോട് അവിടെ കടത്തിണ്ണയിൽ പോയി ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ജീപ്പുമായിട്ട് മടങ്ങിപ്പോരുകയും ചെയ്തു. അപ്പം ഞാൻ എപ്പോഴും ഒരു ഫോൺ കോളിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഈ കടത്തിണ്ണയിലിരിക്കുന്ന പോലീസുകാരുടെ നിന്നും ഒരു ഇൻഫർമേഷൻ കിട്ടുമെന്നും പോയി ഈ ഡ്രൈവറെ ഉൾപ്പെടെ സ്പിരിറ്റ് ലോറി പിടിച്ചെടുക്കാമെന്നൊക്കെയുള്ള ഉദ്ദേശത്തിൽ ഞാനങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു പോലീസുകാർ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച്, സാറേ ഡ്രൈവറൊന്നും ഇതുവരെ വന്നില്ല, പക്ഷേ എക്സൈസുകാർ വന്ന് നോക്കിയിട്ടുണ്ട്. എക്സൈസുകാർ ചിലപ്പം ഈ ലോറിയായിട്ട് പോകും. അതെനിക്കൊരു ആക്ഷേപമായിട്ട് തോന്നി. കാര്യം ഞാൻ പിടിക്കാൻ വെച്ച സാധനം എക്സൈസുകാർ പിടിച്ച് കേസെടുക്കണ്ട എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. ഞാനുടൻ തന്നെ ഇനിയിപ്പോൾ ഡ്രൈവറെ കാത്തു നിന്നിട്ട് കാര്യമില്ല, എക്സൈസുകാർ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് ഉടൻ തന്നെ ഞാൻ എൻ്റെ ജീപ്പിൽ, പോലീസ് ജീപ്പിൻ്റെ ഡ്രൈവറൊക്കെ ആയിട്ട് അവിടെ പോയിട്ട് പോലീസ് ജീപ്പിൻ്റെ ഡ്രൈവറെ കൊണ്ടാണ് ലോറിയും സ്പിരിറ്റും നേരെ
ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. സൗത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് നോക്കുമ്പോഴേ വെള്ള കന്നാസുകളാണ്. ആ ടാർപ്പാളിനഴിച്ച് വടവും അഴിച്ച് നോക്കുമ്പോൾ വെള്ള കന്നാസുകളാണ് അതിനകത്തുള്ളത്. വെള്ള കന്നാസുകളിൽ 125 കന്നാസുണ്ട്. അങ്ങനെ അതിനകത്ത് ഒരു കന്നാസിൽ 35 ലിറ്റർ സ്പിരിറ്റും ഉള്ളൂ. അങ്ങനെ 35 ലിറ്റർ സ്പിരിറ്റ് കൊള്ളുന്ന 125 കന്നാസുകളാണ് അതിനകത്തുള്ളത്. മഹസർ എഴുതിയെടുത്തു. അതിനകത്ത് നിന്ന് എല്ലാത്തിനകത്തു നിന്നും സാമ്പിളുകളും എടുക്കണം. കാര്യം ഇത് സ്പിരിറ്റ് ആണോ ഇല്ലയോ എന്ന് കെമിക്കൽ രാസപരിശോധനയ്ക്ക് അയച്ച് അതിന് കെമിക്കൽ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഇത് സ്പിരിറ്റാന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ പറയണമെന്ന് പറഞ്ഞാൽ മണത്തും രുചിച്ചും നോക്കി സ്പിരിറ്റാന്ന് അറിഞ്ഞു എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതൊരു ആധികാരികത കുറഞ്ഞ ഏർപ്പാടായതുകൊണ്ട് കെമിക്കൽ റിപ്പോർട്ടിന് അയച്ചിട്ട് ആ കെമിക്കൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഇത് സ്പിരിറ്റാണെന്ന് തീരുമാനിക്കാനും ചാർജ് ഷീറ്റ് കൊടുക്കാൻ. അതുകൊണ്ട് ഈ 125 കന്നാസുകളും സാമ്പിൾ എടുത്ത് ഓരോ ചെറിയ കുപ്പി സാമ്പിൾ എടുത്ത് സീൽ ചെയ്ത് ഈ 125 കന്നാസും സീൽ ചെയ്ത് തുണി കൊണ്ട് വായി കെട്ടി അടച്ചതിന് ശേഷം അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം തുണി കൊണ്ട് മൂടിക്കെട്ടി അരക്ക് വെച്ച് സീൽ ചെയ്ത് എല്ലാം ബന്ധോസിലെടുത്തിട്ട് ഈ ലോറിയും സ്പിരിറ്റും കോടതിയിൽ ഹാജരാക്കണം. അത് കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ നിന്നത് പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിക്കാൻ ഓർഡറും തന്നു. അപ്പോൾ പ്രതിയില്ല, സ്പിരിറ്റും ലോറിയും മാത്രമേ ഉള്ളൂ. പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിക്കാൻ കോടതിയിൽ നിന്ന് ഓർഡർ തന്നപ്പോഴാണ് അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ട്. കാര്യം കോടതിയിൽ സൂക്ഷിക്കാൻ പറ്റത്തില്ല. കാര്യം കോടതിയിൽ ഇതൊന്നും സൂക്ഷിക്കാനുള്ള സ്ഥലം കോടതിക്കില്ല. അപ്പോൾ കോടതി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കൊണ്ടുവരുന്നവൻ്റെ തലയിൽ തന്നെ അത് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പോലീസ് സ്റ്റേഷനിലെ അവസ്ഥ കോടതിയേക്കാൾ ദയനീയമാണ്. ഒരു പഴയ ഓടിട്ട കെട്ടിടമാണ്. അവിടെ പോലീസുകാർക്ക് തന്നെ നിന്ന് തിരിയാൻ സ്ഥലമില്ല. നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്തടത്ത് 125 കന്നാസുകൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ ഈ കേസ് പിടിച്ചതല്ല, ഇത് സൂക്ഷിക്കുക എന്നുള്ള അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടായി. അപ്പോൾ ഇത് കൊണ്ടുവന്നാലും പോലീസ് സ്റ്റേഷൻ അകത്ത് വയ്ക്കാൻ കഴിയില്ല. പുറത്ത് മുറ്റത്തെങ്ങാനും വെക്കാനേ പറ്റുള്ളൂ. അതിൽ 125 കന്നാസ് അകത്ത് വെക്കുക എന്ന് പറയുമ്പോൾ പിന്നെ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് നിൽക്കാൻ പോലും ഇടം കിട്ടത്തില്ല. ഇത് കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്ത് എല്ലാം സീൽ ചെയ്തതാണ്. എല്ലാം കറക്റ്റിന് 125 കന്നാസ് എണ്ണി മുൻവശത്ത് പാറാവിൻ്റെ മുമ്പിലുള്ള മുറ്റത്ത് തന്നെ വെച്ചു. കാര്യം പാറാവ് നിൽക്കുന്ന പോലീസുകാരന് കാണാവില്ല ഇതിനകത്ത് നിന്ന് ആരെങ്കിലും എന്തെങ്കിലും മിസ്സായി പോയാൽ. അങ്ങനെ കറക്റ്റ് എല്ലാം അവിടെ ബന്ദോബസ്ത് ചെയ്തെല്ലാം വെച്ചതിന് ശേഷം പിന്നെ പ്രതിയന്വേഷണമായി. പ്രതിയന്വേഷണത്തിൻ്റെ ആദ്യ ഭാഗമായിട്ട് ഈ ലോറിയുടെ നമ്പർ വഴി ലോറി കിട്ടാൻ പറ്റുമോ എന്നുള്ളതായി നോട്ടം. അതിനുവേണ്ടി നോക്കിയപ്പോൾ കർണാടക രജിസ്ട്രേഷൻ ലോറിയാണ്. കർണാടക രജിസ്ട്രേഷൻ ലോറി കർണാടക മോട്ടോർ ട്രാൻസ്പോർട്ട് ഓഫീസിൽ എഴുതിയപ്പോൾ അതെന്തോ ഒരു മോപ്പഡ് മോട്ടോർ സൈക്കിളിൻ്റെ നമ്പരാണ്. അപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ വഴി ലോറി ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പായി. പിന്നീട് ശ്രമം അതിൻ്റെ എൻജിൻ നമ്പരും ചേസിസ് നമ്പരും വെച്ചിട്ടാണ്. എൻജിൻ നമ്പരും ചേസിസ് നമ്പരും വെച്ചിട്ട് എഴുതിയപ്പോൾ അത് കർണാടകയിൽ ലെയ്ലാൻഡ് ലോറി കമ്പനി കർണാടകയിൽ വിറ്റതാണ്. പക്ഷെ അതിനെക്കുറിച്ച് വീണ്ടും കർണാടക സ്റ്റേറ്റിൽ അന്വേഷിച്ചപ്പോൾ അത് അവിടെ നിന്നൊരു മോഷണം പോയ ലോറിയാണ്. അതിന് വേറെ കേസുള്ളതാണ്, മോഷണം പോയ ലോറിക്ക്. ആ ലോറി അവരെത്രയോ മാസങ്ങളായിട്ട് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ലോറിയാണത്. അവരുടെ കേസിലെ കർണാടക സ്റ്റേറ്റിലെ ഒരു പോലീസ് സ്റ്റേഷനിലെ കേസിലെ തോണ്ടി മുതലാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോറിയിൽ നിന്നും ആളിനെ കിട്ടുക എന്നുള്ള നമ്മുടെ ലക്ഷ്യം, അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ലക്ഷ്യം അവിടെ അവസാനിക്കുകയാണ്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ്
വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. അങ്ങനെ ഇരിക്കുകയാണ് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്. ഒരു അജ്ഞാത ഫോൺ കോളാണ്. സാറേ, ഈ സ്പിരിറ്റ് വന്നത് മാന്നാറിലുള്ള ഒരു അജിത്തിന് വേണ്ടി വന്ന സ്പിരിറ്റാണ്. അപ്പോൾ പിന്നെ മാന്നാറിലുള്ള അജിത്തിന് വേണ്ടിയുള്ള അന്വേഷണമായി. അങ്ങനെ ഒരാളിനെ ഞാൻ മാന്നാറിൽ ഈ അബ്കാരി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അയത്തിനെ കണ്ടെത്തുകയും ചെയ്തു. പക്ഷെ അയത്ത് പറയും, സാറേ എനിക്കിതുമായിട്ടൊരു ബന്ധവുമില്ല, എനിക്ക് വന്ന സ്പിരിറ്റും അല്ല, അത് എനിക്കിതുമായിട്ടൊരു ബന്ധവുമില്ല. ഈ സ്പിരിറ്റ് ലോബിയിൽ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഭയങ്കര കുതികാൽ വെട്ടും പാരവെപ്പും ഒക്കെ ഉള്ള ഒരു ഫീൽഡാണത്. ഒരു സാധാരണ നിലയിൽ ഈ സ്പിരിറ്റ് ലോറി കിട്ടണമെങ്കിൽ ആരെങ്കിലും ഒറ്റ തന്നാലേ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. കാര്യം നാഷണൽ ഹൈവേയിൽ കൂടെ ചിലപ്പോൾ സ്പിരിറ്റ് പോകുമായിരിക്കും. ഓരോ ലോറിയും തടഞ്ഞു നിർത്തി ഇതിനകത്ത് ടാർപ്പാളിയും മാറ്റി വടവഴിച്ച് ഇതിനകത്ത് സ്പിരിറ്റാണോ ഇല്ലയോ നമുക്ക് നോക്കാൻ പറ്റില്ല. പിന്നെ ഏതെങ്കിലും രീതിയിൽ എപ്പോഴെങ്കിലും കിട്ടണമെങ്കിൽ സ്പിരിറ്റിന് ഇന്ന ലോറിയിൽ വരുന്നുണ്ടെന്ന് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ പർട്ടിക്കുലർ ലോറി തടഞ്ഞു നിർത്തി പരിശോധിച്ച് ഇതിനകത്ത് സ്പിരിറ്റ് കണ്ടെത്താൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അബാൻഡൻ്റായിട്ട് എവിടെയെങ്കിലും കിടക്കുമ്പോൾ ആരെങ്കിലും നാട്ടുകാർ ഇൻഫർമേഷൻ തരണം. അപ്പോൾ ഈ അജിത്തിനെ അന്വേഷിച്ച് പോയി അജിത്തിനെ കണ്ട് ചോദിച്ചെങ്കിലും അജിത്തിന് ഇങ്ങനെ ഇതിനകത്തെങ്കിലും ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അയാളെ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ യാതൊരു എവിഡൻസും ഇല്ല. അയാൾ അബ്കാരി ഫീൽഡിലുള്ള ആളാണ് എന്നതുകൊണ്ട് അയാളെ നമുക്ക് പ്രതിയാക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ഈ സ്പിരിറ്റ് വരുന്നത് ബാംഗ്ലൂരിലാണെന്ന് അറിഞ്ഞുകൊണ്ട് അപ്പം ഏകദേശം ഇവിടുത്തെ ഭാഗം നമ്മൾക്ക് ഈ ആലപ്പുഴ കൊണ്ട് ഇതിൻ്റെ ഒരാളിനെ കിട്ടുക എന്നുള്ള ബുദ്ധിമുട്ടാണെന്ന് തോന്നിയപ്പോൾ ഈ ലോറി പോയത് ബാംഗ്ലൂർ ഭാഗത്തു നിന്നായതുകൊണ്ട് അന്വേഷണം ബാംഗ്ലൂരിലേക്ക് വ്യാപിപ്പിക്കാമെന്ന് കരുതി അന്വേഷണം സംബന്ധമായിട്ട് ബാംഗ്ലൂരിന് തിരിച്ച് നമുക്ക് ഈ ലോറി കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിന് പകരം ഈ മോപ്പഡ് രജിസ്ട്രേഷൻ നമ്പറുള്ള മോപ്പഡുകാരനെ കണ്ടു. പിന്നെ ഈ അബ്കാരി ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ചിലരെയൊക്കെ ബാംഗ്ലൂർ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഇതൊന്നും അന്വേഷിച്ചാൽ എവിടെയും എത്തില്ല. കാരണം ഞാനത് അവിടെ വെച്ച് ഈ അബ്കാരി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വെച്ച് ഒരാളിനെ പരിചയപ്പെടാനിടയായ അയാൾ പറഞ്ഞത്, സാറേ ഈ കേരളത്തിലേക്കുള്ള എല്ലാ സ്പിരിറ്റും പോകുന്നത് ബാംഗ്ലൂരിലുള്ള മാക്ഡെവൽ കമ്പനിയിൽ നിന്നോ കോഡേഴ്സ് കമ്പനിയിൽ നിന്നൊക്കെയാണ്. അവിടെ കരിമ്പിൽ നിന്ന് അവർ പഞ്ചസാര ഉണ്ടാക്കും. പഞ്ചസാര ഉണ്ടാക്കി കഴിഞ്ഞ് വരുന്ന ചണ്ടി അവർ മൊളാസസാക്കി അത് പുളിപ്പിച്ച് മൊളാസസാക്കി അത് വാറ്റി സ്പിരിറ്റ് ഉണ്ടാക്കും. ഈ സ്പിരിറ്റാണ് കേരളത്തിലേക്ക് വരുന്നത്. കാര്യം ഇയാൾ അബ്കാരി ഫീൽഡിലുള്ള ആളാണ്. അബ്കാരി ഫീൽഡിലുള്ള നേരത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ ഇവരുടെ ഏജൻ്റാണ്. കേരളത്തിൽ ഒരാൾക്ക് സ്പിരിറ്റ് വേണമെങ്കിൽ നേരത്തെ ഇന്ന് കോഡേഴ്സിലോ മാക്ഡവലിലോ ചോദിച്ചാൽ അവർ സ്പിരിറ്റ് കൊടുക്കില്ല. അതിന് അവരുടെ കുറേ നേരത്തെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഏജൻ്റായിട്ട് നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർ വന്ന് ചോദിച്ചാൽ ഇവർ സ്പിരിറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കും. സ്പിരിറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ അതിനകത്തിൻ്റെ കമ്പനിയിൽ നിന്ന് ഒരു കമ്മീഷൻ ഏജൻറ്റിന് കിട്ടും. ഈ സ്പിരിറ്റ് കൊണ്ടുപോകുന്നവരുടെ കയ്യിൽ നിന്ന് ഒരു ലാഭം കിട്ടും. അങ്ങനെയാണ് അവിടുന്ന് സ്പിരിറ്റ് കൊണ്ടുവരുന്നത്. ഈ സ്പിരിറ്റ് കൊണ്ടുവരുന്നത് പിടിക്കപ്പെടാതിരിക്കാൻ ഒരു കാരണം, ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നൊരു ലോറി സ്പിരിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിന് പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂർ സിറ്റിയിൽ അവർ കയറത്തില്ല. അതിന് മുന്നേ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റർ ബാംഗ്ലൂർ സിറ്റി എന്നൊരു സ്ഥലം, അല്ലെങ്കിൽ വെൽക്കം ടു ബാംഗ്ലൂർ സിറ്റി എന്ന് ബോർഡ് വെക്കുക. ഈ ഡ്രൈവർ ലോറിയായിട്ട് അവിടെ വരെ പോവുകയുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയാൾ അവിടെ ഹാൾട്ട് ചെയ്താൽ മതി. ഹാൾട്ട് ചെയ്താൽ വേറൊരു ഡ്രൈവർ വന്ന് ഈ ലോറി എടുക്കും.
അത് അയാൾക്കറിയാം ഇത്ര നമ്പർ ലോറിയുണ്ട്, ഈ ലോറി എടുത്തുകൊണ്ട് പോകണമെന്ന് അയാൾക്കറിയാം. അപ്പോൾ ഇത്ര നമ്പർ ലോറി എൻ്റെ അടുത്തൊന്ന് വരികയില്ലോ എന്ന് ചോദിച്ചിട്ട് അയാൾ വന്ന് ഈ ലോറി എടുത്തുകൊണ്ട് പോകും. ഈ ലോറി എടുത്തുകൊണ്ട് ഈ കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ ഈ അത് എടുത്തുകൊണ്ട് വന്ന് രാത്രിയിലേ കൊണ്ടുപോകുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കമ്പനികളിൽ കുറേ ജോലിക്കാരുണ്ട്. ആ ജോലിക്കാരൊക്കെ പകൽ ജോലി കഴിഞ്ഞിട്ട് പോകും. പകൽ ജോലി കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ വിശ്വസ്തരായ കുറേ ആൾക്കാർ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ലോറി ഇവിടുന്ന് കൊണ്ടുവന്നാൽ, എടുത്തുകൊണ്ട് വന്നാൽ രാത്രി അവരുടെ ഗോഡൗണിൽ കയറ്റി മോട്ടർ വെച്ചടിച്ചിട്ടാണ് ഈ കന്നാസുകളോ അല്ലെങ്കിൽ ടാങ്കറുകളോ നിറയ്ക്കുന്നത്. അത് നിറച്ച് എവിടുന്നാണോ ലോറി എടുത്തത് ആ സ്ഥലത്ത് കൊണ്ടുപോയി അവർ ഈ ലോറി ഓടിച്ചുകൊണ്ട് വന്ന്, നേരത്തെ ഓടിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് ഓടിച്ചുകൊണ്ട് വന്ന ഡ്രൈവർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അപ്പോൾ കേരളത്തിൽ നിന്ന് സ്പിരിറ്റ് എടുക്കാൻ പോകുന്ന ഒരു ഡ്രൈവർക്ക് ഇത് എവിടുന്ന് സ്പിരിറ്റ് കയറ്റിയെന്നോ ആരിത് അവരെ സ്പിരിറ്റ് കയറ്റി ഏൽപ്പിച്ചെന്നോ അവൻ അറിയില്ല. അവനാകെ ഇതിനകത്തുള്ള താല്പര്യം ചിലപ്പോൾ 5000 രൂപ കിട്ടേണ്ടതിന് വരെ 50,000 രൂപ ആയിരിക്കും ശമ്പളം കിട്ടുന്നത്. ആ വലിയ ശമ്പളം പ്രതീക്ഷിച്ചാണ് അവൻ റിസ്ക് എടുക്കുന്നത്. അവൻ ആ ലോറിയായിട്ട് വരുന്നു, അവിടുന്ന് ഈ കമ്പനിയിൽ നിന്ന് വരുന്ന ലോറി എടുക്കുന്നു. എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ കേരളത്തിൽ കൂടി ഇത് ഓടിച്ചുകൊണ്ട് വന്ന് അവന് നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ പറഞ്ഞ കേസിൽ ആലപ്പുഴ SC കോളേജിൻ്റെ അവിടെ നിർത്തിയാൽ മതി, അവിടെ വന്നിട്ട് അടുത്ത ആൾ ലോറി എടുത്തോളൂ എന്ന് പറയും. അപ്പോൾ അവൻ്റെ എൻ്റർ അല്ലെങ്കിൽ വെൽക്കം ടു ബാംഗ്ലൂർ സിറ്റി മുതൽ ആലപ്പുഴ ST കോളേജിൻ്റെ മുമ്പിലെ ബൈപ്പാസ് വരെ അവന് ഡ്യൂട്ടി ഉള്ളൂ. അവിടെ ലോറി കൊണ്ടിട്ട് കഴിയുമ്പോൾ വേറെ ഒരു ഡ്രൈവർ വന്ന് ഈ ലോറി എടുത്തുകൊണ്ട് പോകും. അത് മാന്നാറായാലും കൊള്ളാം, കായംകുളം ആയാലും കൊള്ളാം, മാവേലിക്കര ആയാലും കൊള്ളാം, എവിടെയായാലും വേറൊരു ഡ്രൈവർ വന്ന് ലോറി എടുത്തുകൊണ്ട് പോകും. പോയിട്ട് ഇത് അൺലോഡ് ചെയ്തിട്ട് ലോറി അതുപോലെ തിരിച്ചു കൊടുക്കും. അപ്പോൾ ഈ ബാംഗ്ലൂരിലുള്ള ഡ്രൈവർക്ക് അറിയത്തില്ല ഈ സ്പിരിറ്റ് എങ്ങോട്ട് പോയെന്ന്. കേരളത്തിൽ കൂടെ ഓടിച്ചോട് വരുന്ന ഡ്രൈവർക്ക് അറിയത്തില്ല എവിടുന്ന് സ്പിരിറ്റ് വന്നെന്നറിയത്തില്ല, ഇത് എവിടേക്ക് പോകുന്നെന്നറിയത്തില്ല. ഈ ആലപ്പുഴയുള്ള ഡ്രൈവർക്ക് അറിയത്തില്ല ഈ സ്പിരിറ്റ് എവിടുന്ന് വന്നെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കൽ പിടിക്കപ്പെട്ടാൽ പോലും ഇതിൻ്റെ പിന്നിലാരാണെന്നോ ഇത് ആർക്കുള്ളതാണെന്നോ എവിടെ കൊണ്ടുപോവുകയാണെന്നോ ഒരു ഡ്രൈവർ ഉൾപ്പെടെ പിടിക്കപ്പെട്ടാൽ പോലും കണ്ടെത്താൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ഇത് കണ്ടെത്താൻ ഡ്രൈവർ ഒരിക്കലും പിടി തരികയില്ല. പിടിക്കപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ഓടി രക്ഷപ്പെടുക എന്നുള്ളതാണ് അവരോട് പറഞ്ഞു കൊടുത്തേക്ക്. ഒരിക്കലും പിടി കൊടുക്കാതിരിക്കുക. ലോറി പോകുന്നെങ്കിൽ പൊക്കോട്ടെ. കാര്യം ലോറി എന്ന് പറയുന്നത് എപ്പോഴും അവർ ഒന്നിൽ ഏറ്റവും വില കുറഞ്ഞ വളരെ ചീപ്പായ ഒരു സാധനം ഒരു ലോറി ആയിരിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും മോഷണ മുതലായിരിക്കും. അത് നഷ്ടപ്പെട്ടാൽ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അഥവാ അത് നഷ്ടപ്പെട്ടാൽ പോലും ആ ലോറി കൊണ്ട് അവർ ഇതിനോടകം തന്നെ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ലോറി പോകുന്നത് അവർക്കൊരു സബ്ജക്റ്റേ അല്ല. ഒരിക്കലും ഡ്രൈവർ പിടി കൊടുക്കരുത് എന്ന് നിർദ്ദേശിച്ചിട്ടാണ് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോറി കിട്ടിയാലും ഒരിക്കലും നമുക്ക് ഡ്രൈവറെ കിട്ടാൻ രക്ഷയില്ല. അപ്പോൾ ഡ്രൈവറെ കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ പ്രതിസ്ഥാനത്തേക്ക് എത്താനും നമുക്ക് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ഇത്തരം വലിയ സ്പിരിറ്റ് വേട്ടകൾ കൺവിക്ഷനിൽ എത്താത്തത്. ഇവിടെ ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതല്ല, അത് എങ്ങും എത്തിയില്ല എന്ന് മാത്രമല്ല, ഈ സ്പിരിറ്റ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചു വെച്ചു. ദിവസവും ഞാൻ ഈ സ്പിരിറ്റിൻ്റെ ഇത് കണ്ടിട്ടാണ് പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് കയറി പോകുന്നത്. പക്ഷേ ദിവസവും പോയി ഇത് സീൽ ഇളക്കിയിട്ടുണ്ടോ പൊട്ടിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് നോക്കാൻ കഴിയത്തില്ല. അത് നടക്കുന്ന പ്രായോഗികമായ 125 കന്നാസിൻ്റെയും ഈ ടൈറ്റാണോ ഈ നമ്മൾ സീൽ ചെയ്ത് വെച്ചേക്കുന്നത് അതൊന്നും നോക്കാൻ കഴിയില്ല. അതിൽ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ, പോലീസുകാരിൽ ചിലർ ഇത് വലിയ ചെമ്പുകൂടം കൊണ്ടുവന്നിട്ട് ഈ കന്നാസിൽ നിന്ന് സ്പിരിറ്റ് എടുത്തുകൊണ്ട് പോയി. ഞാൻ പിന്നീട് അറിഞ്ഞ കാര്യമാണ്. അതിലൊരു പോലീസുകാരൻ അതിനടുത്തുള്ള ക്വാർട്ടേഴ്സിൽ, പിന്നെ അയാൾ ഒരു മാസം പോലീസ് സ്റ്റേഷനിൽ വന്നതേ ഇല്ല, കുടിച്ചുകൊണ്ട് ക്വാർട്ടേഴ്സ് തന്നെ കിടന്നു. പ്രത്യേകിച്ച് ആഹാരം ഒന്നും കഴിച്ചതുമില്ല. ഒരു മാസം കഴിഞ്ഞപ്പോൾ അയാൾ മരണപ്പെട്ടു. അതൊക്കെ ഞാൻ വളരെ ഞാൻ അവിടെ ട്രാൻസ്ഫറായി പോകുന്നതിന് ശേഷമാണ് അയാളുടെ മരണകാരണം ഇതാണെന്നൊക്കെ ഞാൻ അറിയുന്നത്. മറ്റൊരു സംഭവം,
മറ്റൊരു പോലീസുകാരനെ ഇത് കഴിച്ച് അയാൾ സൂയിസൈഡ് ചെയ്ത് കോട്ടടിച്ച്. അങ്ങനെ ഇത് പിടിച്ചതുകൊണ്ട് 1-2 പോലീസുകാരുടെ മരണം സംഭവിക്കുകയും എന്നല്ലാതെ മറ്റു പ്രത്യേകിച്ചൊന്നും തന്നെ സംഭവിച്ചില്ല. ഇത് മാത്രമല്ല, പിന്നീട് ഞാൻ അറിഞ്ഞത്, ഞാനിങ്ങനെ ട്രാൻസ്ഫറൊക്കെ ആയിപ്പോയതിന് ശേഷം ഈ കന്നാസുകൾ പലതും അവിടെ ഇരുന്ന് ദ്രവിച്ച് പൊട്ടി ഒരു കന്നാസിൽ സ്പിരിറ്റ് ഇല്ലാത്തൊരവസ്ഥയിൽ കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തു. അത് പിന്നീട് വന്ന ഉദ്യോഗസ്ഥന്മാരുടെ ആരുടെയും കുറ്റമല്ല. ഈ വെയിലത്ത് സ്പിരിറ്റ് ഇരിക്കുകയാണ്, ഇതിനുള്ളിൽ സ്പിരിറ്റാണ്. മാസങ്ങളോളം വെയിൽ കൊണ്ട് സ്പിരിറ്റിൻ്റെ കന്നാസുകളും പൊട്ടി. അതിനകത്ത് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ അത് ആവിയാവുന്ന ഒരു സാധനമാണ്. അങ്ങനെ അത് കുറേയൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ കേസിൻ്റെ അന്വേഷണം യഥാർത്ഥ പ്രതിയിലെത്താതെ നിർത്തിവെക്കേണ്ടി വന്ന ഒരു സംഭവമാണിത്. പക്ഷേ എല്ലാ കേസിലും ഇങ്ങനെ ആവണമെന്നില്ല. ചില കേസുകൾ കിട്ടിയെന്നിരിക്കും. പക്ഷേ എവിടെയും എത്താതെ അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു സ്പിരിറ്റ് അന്വേഷണ കേസാണിത്. കാറും പോലീസ് ജീപ്പും കൂടെ അടുത്തടുത്ത് വരുന്നതനുസരിച്ച് പെട്ടെന്ന് തന്നെ കാറ് നിർത്തിയിട്ട് 2 പേര് അതിനകത്ത് നിന്ന് ഇറങ്ങി ഓടി. അപ്പം നമ്പർ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ മോഷണം പോയെന്ന് പറഞ്ഞ കാറ് തന്നെയാണ്. അതിനകത്ത് 2 പേര് ഇറങ്ങി ഓടിയല്ലേ. ഞങ്ങൾ പോലീസുകാരെല്ലാം കൂടെ 2-3 വണ്ടി പോലീസ് ഉള്ള പോലീസുകാർ അപ്പോൾ അവിടെ ഉണ്ട്. എല്ലാവരും കൂടെ ഓടിയിട്ട് ഒരാളിനെ കിട്ടി. ഒരാൾ കാട്ടിൻ്റെ അകത്തേക്ക് എവിടെയോ കയറിപ്പോയി.